إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله سبحانه وتعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. تنزيل الكتاب لا ريب فيه من رب العالمين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. يا أيها الناس أوصيكم ونفسي أولا بتقوى الله. ആദരണീയരായ വിശ്വാസിനിമാരെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശത്തെ ജീവിതത്തിൽ എല്ലാ മേഖലകളും പാലിച്ച് ജീവിക്കുന്ന സ്വന്തം നഫ്സിനെ മറക്കാത്ത നിങ്ങൾ ഓരോരുത്തരെയും വസിയത്താക്കിയിട്ടുണ്ട്, ഉപദേശിയാക്കിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീമാരുടെ കൂട്ടത്തിൽ, യഥാർത്ഥ മുഹ്സിൻമാരുടെ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദര സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ തുല്യതായ ഞങ്ങളും നിങ്ങളും സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ ആബിദായിട്ട് ജീവിക്കുകയാണ്. അതല്ലാത്ത ഒരു ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. പ്രിയമുള്ളതായ സന്ദർഭത്തിൽ പരസ്പര അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തത്തോടു കൂടി തിന്നുന്ന കേൾക്കുന്നതായി ആൾമാരെത്തിത്തീരും. ദുനിയാവ് ബന്ധിൽ പിന്നെ ആഗ്രഹിച്ച് ജീവിക്കാനായതായ ഈ മനുഷ്യനീത്തുള്ളതായ നാം ഈ ജീവിത കാലഘട്ടത്തിൽ ഇത്രത്തോളം ജീവിക്കുമ്പോൾ ഏത് രൂപത്തിൽ എത്തിக்கிறനാണ് ജീവിച്ചിട്ടുണ്ട് സ്വന്തത്തോടു കൂടി മുഖ്യതായി ആൾമാർ
കാരണം നാളെ പരലോകത്തിൽ വെച്ചിട്ട് ഒരു കൂട്ടർ നരകത്തിന് പോകുമ്പോഴത്തേക്ക് ഒരു കൂട്ടർ സ്വർഗത്തിന് പോകുമ്പോഴത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതായി അള്ളാഹു ഇഷ്ടമില്ലാത്തതായി ആ സ്വർഗത്തിന് കൊണ്ടതായി ആൾമാരെ കൂടുതൽ നന്നാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ ദിക്റ് മനുഷ്യന്മാർക്കുള്ളതായി ഞങ്ങൾ ഒട്ടിಗೆ ഉദ്ദേശിക്കുന്നത്. അവിടെ ആബിദൈത്തുള്ളതായി, മുവഹിദൈത്തുള്ളതായി, മുഹ്സിനൈത്തുള്ളതായി, മുസ്ലിമൈത്തുള്ളതായി ഓരോ അടിമ, അവിടെ ആബിദൈത്തുള്ളതായ അടിമ നാളെ സ്വർഗത്തിൽ എത്തുന്നതായി ഉദ്ദേശിപ്പിക്കുക അള്ളാഹു. അതുകൊണ്ട് തന്നെ അള്ളാഹു ഖുർആനിൽ സ്പഷ്ടമാക്കി നമുക്ക് ചൊല്ലുന്നത് എന്തേ ദിക്ർ വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. ഒരു ഹസനാത്തുക്ക് 10 പ്രതിഫലത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച് കാട്ടുന്നത് അത് ദിക്ർ. ഇനിയാ സയ്യിആത്ത് ചൊല്ലതായ ബറക്കത്തരത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഹിസാബ് കിതാബിൽ എഴുതുന്നത് കൊണ്ട് ഏതൊരു തപ്പാക്യം അതുകൊള്ളതായി ആ തപ്പന മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിക്കുക. നേരെ മറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമ ഒരു നല്ലത് ഒരു ചെറിയ റോഡുള്ളതായ ഒരു ചെറിയ കല്ലെടുത്തിട്ടു ആളുക പിന്നെ പണ്ടതായ ആള് പിന്നെ പണ്ടതായ വെഹിക്കലുകൾ പിന്നെ പണ്ടതായ ഏതോ ഉപദ്രവമുള്ളതായ രൂപത്തിലുള്ളതായ കല്ലെടുത്തിട്ട് ഒരു സൈഡ് വെച്ചതായെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല 10 പ്രതിഫലത്തെ എന്തികൊണ്ടാണ് എന്റെ കാരണം അതേ സ്വർഗത്തിൽ എത്തുന്നു ചൊല്ലതായ ഒരു വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെക്കുള്ളതായ ഞങ്ങൾ നാളെ സ്വർഗത്തിൽ എത്തും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് പെർമിഷൻ കൊടുത്തതായ ഇബ്ലീസ് വസ്വാസ കുടുങ്ങി പോകുന്നതായ ചില കൂട്ടരുള്ള അല്ലാഹുവിന്റെ കണ്ട പെർമിഷനോട് കൂടിച്ച് അല്ലാഹുവിന്റെ കണ്ട ചാലഞ്ചോട് കൂടിച്ച് നിന്റെ ഉള്ളതായ ആഗ്രഹങ്ങളെ ആ ഉള്ളതായ അക്ഷരയിട്ടുള്ളതായ ആൾമാരെ നാം നരകത്തിൽ എത്തുപാട്ടുള്ളതായ പ്രയത്നമാണ് ആക്കുക ചിലതായ ഒരു ഫലം അല്ലാഹു ഭൂമി ലോകത്തിൽ ജീവിക്കുള്ളതായ പെർമിഷൻ നമുക്ക് തറവുള്ളതായി ആ ഒരു പെർമിഷനോട് കൂടി വന്നതായി ആ വസ്വാസ് ആ ശൈത്താന്റെ വസ്വാസം കൂടിയിട്ടുള്ളതായ ചില കൂട്ടമുള്ള അങ്ങനെയുള്ള ഗഫ്ലത്തുള്ളതായ അവസ്ഥകളിൽ ഭൂമി ലോകത്തിൽ നാം എന്തുകൊണ്ടുള്ളതായ ഉദ്ദേശമില്ലാത്ത ഇങ്ങനെ കണ്ണുകാലിലെ പോലെ അനാമീങ്ങളെ പോലെ ജീവിച്ചോണ്ടുള്ളതായ കൂട്ടരെത്തുള്ള പ്രാണികളെ പോലെ ജീവിച്ചുകൊണ്ടതായ കൂട്ടരെത്തിയുള്ള അങ്ങനെ ഉദ്ദേശം അങ്ങനെ ജീവിതത്തിൽ ഉദ്ദേശത്തിന് സ്വന്തപ്പെടില്ല. എവിടെ ചെന്നിട്ടായാലും ഞങ്ങളെ കൂട്ടായ്മയുള്ളതായ മനുഷ്യന്മാരെത്തുള്ളതായ ഞങ്ങളെ പോലെ രണ്ട് കാലും രണ്ട് കണ്ണും തലനും ബ്രെയിനും അതേപോലെ ഇങ്ങനത്തുള്ളതായ എല്ലാ ജ്ഞാനത്തും കൊടുത്തതായ കൂട്ടർ അല്ലാഹുവില്ലാത്തുള്ളതായി അവസ്ഥയിലെത്തിയിട്ടുള്ള എന്ത് അവസ്ഥയിലെത്തിയിട്ടുള്ളത് അല്ലാഹുവിനുള്ളതായ ഒരു ഇലാഹ് ഒരു അങ്ങനത്തെ ഒരു വസ്തുവില്ലായ ദുനിയാവും. ഈ ദുനിയാവെല്ലാം ഇങ്ങനെ വന്നിരിക്കുന്നത് ഇനെല്ലാം ഇത് ഇങ്ങനെ പോകരുത്. ഇന്നൊരു ജീവന ഇല്ല, ഇന്നൊരു മഷറത്തിൻ്റെതായ ആ ഒരു ഇതില്ല, സ്വർഗനർഗത്തിൻ്റെതായ ഒന്നില്ല. ചുറ്റു മണ്ണൈത്ത് കൊണ്ടതായ കൂട്ടറിച്ചിറങ്ങ ഇതൊന്നും മണ്ണൈത്ത് കൊണ്ടതായ വസ്തുനൈത്ത് ചുറ്റു ഇങ്ങനെ അള്ളാഹുടെ പേര് അള്ളാഹു തന്നതായ ഞാമത്തിലെടുത്തിട്ട് ജീവിച്ചുള്ളതായ കൂട്ടറുള്ള അതുമല്ല ദീനുൽ സ്വീകരിച്ചിട്ട് അള്ളാഹുവിൻ്റെതായ വിശ്വാസം വെച്ചിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഖുർആന്റെ ആൾമാരിച്ച് റസൂലുള്ളാഹി അലൈഹി വസല്ലം അഹ്ലുൽ ഹദീസിന്റെ ആൾമാരിച്ച് ഗഫ്ലത്തിലേക്കുള്ളതായ കൂട്ടറുള്ള അങ്ങനത്തെ ഖുർആന്റെ കൂട്ടത്തിൽ ദൂരത്തിൻ്റെതായ കൂട്ടർ சொல்லும்போது நான் அஹ்லுல் ஹதீஸ் சொல்லி சொல்றேன், நான் சலஃபி சொல்லி சொல்றேன், நான் ഖുർആനെ സ്വീകരിച്ചതായ ആളെ சொல்றேன். എന്നിട്ട് ജീവനത്തിൽ ഖുർആനില്ല, ജീവനത്തിൽ ഖിറാഅത്ത് പോലും ഖുർആൻ എഴുതിയില്ല. അങ്ങനത്തെ കുറെ ഗഫ്ലത്തിലുള്ളതായ കൂട്ടറുള്ള എങ്ങനത്തെ ഗ്രന്ഥത്തെ ബുക്ക് ദൂരത്തില്ല. അതെ ഒരു ഡൗട്ടുമില്ലാത്തതായി സ്പഷ്ടമാക്കിയിട്ട് തീരുമാനാക്കിയിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒട്ടിയ വഹി മുഖാന്തര കടത്തിയിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയതായ ഒരു ശക്കില്ലാത്തതായ ഒരു ഡൗട്ടില്ലാത്തതായ ക്ലീനായിട്ട് കടത്തിയതായ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സ്പഷ്ടമായ ഗ്രന്ഥത്തെ ബുക്ക് ദൂരത്തില്ല.
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതേ തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കർത്തവ്യതായ ഈ ഖുർആൻ ഗ്രന്ഥ ലാ റൈബ ഫീഹി, അതിൽ ഒരു ശക്കയോ ഒരു ഡൗട്ടാവുന്നില്ല. എല്ലാം സ്പഷ്ടമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനാക്കി കർത്തിയതായ ഒരു ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ ഇണ്ട് പോലും ആ ഖുർആൻ സ്വീകരിച്ചിട്ടില്ല. ഖുർആൻ എത്ര വർഷം ചൊല്ലിയതായ മൽക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് പിന്നെ വഫാത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതായ ആ ഗ്രന്ഥത്തിലുള്ളതായ ഒരു ആയത്ത് മദൽ ബഹറൈൻ യൽതഖിയാൻ ചൊല്ലിയതായ ആയത്ത് നമ്മൾ എടുത്ത് നോക്കാം. ആ ദൃഷ്ടാന്തത്തിൽ നിങ്ങൾ നോക്കൂ. എന്താ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലത്തിൽ അങ്ങനത്തെ കടലിന്റെ നടുവിലുള്ളതായ സഞ്ചരിച്ചിട്ട് പോയിട്ടുള്ളതായ വാഹനമില്ലാത്ത ഒരു വീട്ടിലുള്ളതായ ഒരു വ്യവസ്ഥയില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയതായ ആയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഓതി കൊടുത്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൽക്കത്ത് ഉരുട്ടില്ലാത്ത സ്വീകരിച്ചതായ സ്വഹാബത്തിന് നമ്പിയ എന്റെ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയതായ ദൃഷ്ടാന്തം അതേ ആ രണ്ട് കടൽ വിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന എന്റെ രീതിയിൽ ആ രണ്ട് കടൽ ഒന്നു ചേരാത്തതായ കടൽ ഇതാവുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു. അതങ്ങനെ കേട്ടാൽ അതുപോലെ നീ വിശ്വാസം വെച്ചാൽ എന്നിട്ട് എത്ര കാലഘട്ട കഴിഞ്ഞിട്ടായിരുന്നു സയൻസ് ചെറുതായ ലോകം. അതേപോലെ ഇങ്ങനെയുള്ളതായ വാഹന ബോട്ടിലുള്ളതായ കപ്പലുള്ളതായ ഒരു വാഹനം മനുഷ്യരെ ആ മനുഷ്യരിക്കുള്ളതായ ആളുകൾ പോട്ടത് അള്ളാഹുടെ ഗ്രന്ഥത്തെ കളവാകുന്നതായ ആലയിച്ചിക്ക് കണ്ടുപിടിക്കുന്നത്. അതേ ഈ ഉള്ളതായ ഖുർആന്റെ ആയത്തിന് നേരിട്ടേക്ക് ഇങ്ങനെ എത്ര ദൃഷ്ടാന്തം കാട്ടിയതായ ഖുർആൻ ദൃഷ്ടാന്തത്തെ നിങ്ങൾക്ക് തുറന്നു കാട്ടിയതായ മനുഷ്യന്മാരെ ഖൽബ് ഓണാക്കിയതായ ഗ്രന്ഥം ഖുർആൻ. ഈ ഖുർആന്റെ എല്ലാവരും പവിത്രമാക്കിയതായ നിങ്ങൾ റമദാൻ ചൊല്ലിയതായ നിങ്ങൾ ഇറങ്ങിയതായ ഗ്രന്ഥിക്കുക. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിക്കുക. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയതായ നിങ്ങൾ എഴുതിക്കുക. അതേ റമദാൻ ചൊല്ലിയതായ ഞങ്ങളുടെ ഏതൊരു നിങ്ങൾ നോമ്പ് പിടിക്കുക. വൈകുന്നേരമായ നാളിനെ എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പാട്ട് നാല് പവിത്രമാക്കിയതായ നാല് ഇറങ്ങിയതായ അല്ലാഹു സുബ്ഹാനഹു വ തആല കംപ്ലീറ്റ് ആക്കിയതായ ഒരു ഗ്രന്ഥം ഖുർആൻ. അങ്ങനത്തെ അത്ര പ്രത്യേകത അത്ര പവിത്രമായിട്ടുള്ളതായ ഗ്രന്ഥത്തെ ഞങ്ങളെല്ലാം മുഴുവൻ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതായ സന്ദർഭത്തിൽ 40ാമത്തെ വയസ്സിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരത്തായ സന്ദർഭത്തിൽ പോയി തിരിച്ചൊഴിഞ്ഞതായ ഒരു ജാഗത്ത് നമ്മളെല്ലാവരും കേട്ട ജാഗത്തിക്കാർ കഅബയിലെ മക്ക ചൊല്ലതായ പ്രദേശത്തേക്ക് പോയെത്തായെങ്കിൽ ഇപ്പം ഹാജിമാറാവട്ട് ഉംറക്ക് പോയതായ ആൾമാറാവട്ട് അതായത് പോയിത്ര പോണ്ടാറുണ്ട്. അതേ ഹിറാ ചൊല്ലതായ ഒരു ആ ജാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രത്തോളം കേൾക്കാത്ത ഒരു ശബ്ദം കേൾക്കരുത്. കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹത്തിൻ്റെതായ സന്ദർഭത്തിൽ ഒത്ത ഉദ്ദേശമുള്ളതായ ഒരു പ്രദേശിക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നതായ ആയത്തിൻ്റെ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഒരു വലിയ തർജ്ജമയുള്ളതായ ശബ്ദത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ശബ്ദം. ആ ശബ്ദം കേട്ടതായ ആളുടെ അവസ്ഥ ഇന്നത്തെ ആയത്തിൽ പഠിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് യാ അയ്യുൽ മുദ്ദസ്സിർ ഈ ഒല്ലി വിളിച്ചിട്ട് കിടന്നതായ ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കരുത്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അഞ്ചായത്ത് കേട്ടതായ സന്ദർഭത്തിൽ കംപ്ലീറ്റ് വിളിച്ചിട്ട് കിടക്കരുത്. കാരണം റസൂൽ വിളില്ല നബുവത്ത് ഇറങ്ങി വെച്ചു. ഈ ശബ്ദത്തിൻ്റെ ഈ ശബ്ദം ആരുടെ ചുമക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിയില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗർജന വിട്ടുള്ളതായ ദൂരം ഉയർത്തിക്കൊണ്ടു അധാരാളിക്കാത്ത ഒരു സന്ദർഭത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം കേൾക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിയിട്ട് ഓടും. പിന്നെ ഒരിക്കൽ മഹാനായ ഖദീജ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പോകും. എന്നിട്ട് ആ റസൂൽ അവസ്ഥ കണ്ടതായ ഖദീജ റളിയല്ലാഹു അൻഹ ഗട്ടി പിടിച്ചിട്ട് ഒല്ലി ഒഴിവാക്കി കൊടുക്കും.
കാരണം പേടിച്ചിട്ട് കംപ്ലീറ്റ് പണിബന്ധരായ അവസ്ഥയിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കിട്ടിയതായ ആയത്തുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രൂപത്തിൽ സ്വീകരിച്ചതായ ആയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വഹി ഇറങ്ങുന്നതായ സന്ദർഭത്തിൽ യോഗ്യതായെങ്കിൽ ചെറിയ നൊമ്പലത്തെ അവസ്ഥ ആയതായ റസൂലിക്ക് യോഗ്യതായെങ്കിൽ റസൂൽ മാത്രമല്ല റസൂൽ വെച്ചുതായ വണ്ടൽ പോലും ആ വണ്ടലിക്കുന്നതായ സന്ദർഭത്തിൽ ഇറങ്ങുമ്പോൾ വണ്ട പോലും കീഴിങ്ങനെ കാലുകുത്തിയതായ സന്ദർഭങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാണ്. അത്തരം പ്രത്യേകത കൊടുത്തതായ ഗ്രന്ഥിക്ക് നമുക്ക് എത്രത്തോളം പ്രത്യേകത കുറിച്ചെങ്കിൽ ദുനിയാവ് വന്നതായി ആദം അലൈഹിസ്സലാം പഠിച്ചിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തോരു അനബുലിയതായ മുഅ്ജിസത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഏതായത്തിൽ ജീവിച്ചാൽ ഏത് രൂപത്തിൽ ജീവിച്ചാൽ സ്വന്തം നോക്കിയിട്ട് ഓരോ ആൾക്കാർക്ക് അങ്ങനെ അവസ്ഥ കണ്ടിട്ട് അങ്ങനെ ആയത്തെ അവസ്ഥ കണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്ത് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറബി ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ ഭാഷയിൽ ദിക്ർ അറബി ഭാഷ ഈ അറബി ഭാഷയുടെ കൊടുക്കുന്നതായ കാരണം എന്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിൽ ഇറക്കിയത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നത് ഖുറൈശിമാരുടെ കൂട്ടത്തിൽ. ആ ഖുറൈശി കൂട്ടത്തിലുള്ളതായ ആൾമാർ അങ്ങനെ വെച്ചിട്ട് ധാരാളം ആൾമാർ ഷായിർമാരിക്കുന്ന കവിമാരിക്കുന്ന ഏത് ഭാഷയിലാണ് അകം പലതരം കഴിഞ്ഞതും യൂസ കഴിഞ്ഞതും ആ ഷായിർമാര് ഷെയറുകൾ എഴുതിയിരിക്കുന്നത് അറബി പാണ്ഡിത്യത്തിലേക്ക്. ആ അറബി പാണ്ഡിത്യത്തെ എതിരുടെ വെച്ച് അങ്ങ് അതിനെ കണ്ടിട്ട് ആ ദൃശ്യത്തിൽ അങ്ങ് കംപ്ലീറ്റ് നെറ്റിതമായിട്ടുള്ളതായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗ്രന്ഥത്തെ ഇറക്കി കൊടുത്തു. എന്നിട്ട് അതേ കൂട്ടായ്മ ഇപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിനെ ബാക്കി വെച്ചു. ഇപ്പം നമ്മൾ ഓരോരായ ആയത്തിൽ എത്തിക്കണം. അതെ വഇൻ കുൻതും ഫീ ഗൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിസ്ലിഹി. എന്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അണ്ടത്തെ ആൾമാർക്ക് ഖുറൈശി ആൾമാർക്ക് ഖുറൈശി ഷായർമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് അതെ വഇൻ കുൻതും ഫീ ഗൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ നന്റെ അബൂദുള്ളതായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കിയതായ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ആർക്കായെങ്കിൽ നിങ്ങളുടെ വെച്ചിട്ട് ആർക്കായെങ്കിൽ നിങ്ങൾ എടുത്തോട്ട് പറഞ്ഞു ഇതുപോലുള്ളതായ ഒരു സൂറത്തിൽ നിങ്ങൾ കുമ്പെടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ചാലഞ്ചുമായി തങ്ങളെ വിളിച്ച എന്നിട്ട് അങ്ങ് വന്നാൽ അങ്ങ് ആയത്തുമായിട്ട് വന്നാൽ നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് ചരിത്രം നിങ്ങൾക്ക് പരിപാടിക്കണം. ആയത്തുമായിട്ട് ഖുറൈശിയിലെ ഷായർമാർ വന്നാൽ ഗ്രന്ഥത്തെ ഈ ആയത്തിനെല്ലാം കേട്ടിട്ട് കംപ്ലീറ്റ് നെറ്റിയതായ ആൾമാരിക്കുന്ന ഷായർമാർ വിലവിന്റെ ഷായർമാരെ വിളിച്ചിട്ട് കൂട്ടായ്മയ്ക്ക് ചേർന്ന് കൂട്ടിയാൽ ഖുറൈശിമാരുടെ സദസ്സിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിന്ദുവിനെ ചാലഞ്ച് ചെയ്ത് ഈ മുഹമ്മദ് ചൊല്ലുന്നതായ ആൾ ഓന്റെ സ്വന്തം വീട്ടിലുള്ളതായ പ്രവർത്തനമായ ആൾ എത്തിക്കുക. ഇത് ഏതാവൊരു ഇതേതാവൊരു ആളുള്ളതായ പ്രവർത്തനത്തിന് ഇങ്ങനെ വിചാരിച്ച് തന്റെ ഷായർമാരെ ഒപ്പുണ്ടാക്കിയ വിലവിന്റെ പാണ്ഡിത്യമുള്ളതായ ഷായർമാരെ ഒപ്പുണ്ടാക്കി തെറ്റിക്കറി ഈ ആയത്തിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ കേട്ടിട്ട് കംപ്ലീറ്റ് നെറ്റിക്ക് ഓടും. അങ്ങനെയുള്ളതായ അഹങ്കാരത്തോട് കൂടി അതിൽ ചില ആൾമാർ ഇസ്ലാം സ്വീകരിച്ചാൽ ചില ആൾമാർ അങ്ങനെ ഉൾക്കൊള്ളതാവാൻ ഈ മുഹമ്മദ് ചൊല്ലുന്നതായ ആളുകൾ സാധാരണ ആളെത്തിക്കണം. അങ്ങനെ വിചാരിച്ചാൽ എന്നും പിടിയില്ലാത്തതായ ആളെത്തിക്കണം. എന്നും എന്തോകാവട്ടെ ഓരോകാവട്ടെ വറവാവാത്തതായ ആള് ഇങ്ങനത്തെ കൊണ്ടുവരുന്നത് സാധ്യമില്ല. ചുറ്റു ആറാവോട് ഹെൽപ്പാക്കിയിട്ടുള്ള ചൊല്ലുന്നതായ വിചാരത്തിന് ആളും മുട്ട പറഞ്ഞു പോയില്ല. അള്ളാഹുടെ ചാലഞ്ചിലേക്കുള്ളതായ ആ ചാലഞ്ചിന് ആയത്തുമേറ്റ് പോകുന്ന കാരണം അവരുടേതായ ഖുറൈശി കൂട്ടർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്പിട്ട് പോയിട്ടുള്ള എന്ത് അങ്ങനെ നമ്പിട്ട് പോയിട്ടായി ഞങ്ങളുള്ളതായ അസ്ലാമിനോ ഞങ്ങളുള്ളതായ മഹാന്മാർക്ക് വലിയ ഏർപ്പനാക്കുമ്പോൾ ഇങ്ങനെയുള്ളതായ ഏതും ആക്കുള്ളതായ ആണെന്ന കുറിച്ച് അവരുടേതായ ചുറ്റുള്ളതായ ഉദ്ദേശത്തിൽ അങ്ങനത്തെ ആൾമാരെ നടുവ് ആയത്തിറങ്ങുമെന്ന
അതിപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണാക്കി വെച്ചതായ ആയത്ത്. ഇപ്പം ആളുകളിൽ ഇത്ര വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ 1500 വർഷം കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ഈ ആയത്ത് ഇപ്പം കൊണ്ട് ഇത്രത്തോളം എത്രയേ മനുഷ്യനിക്കുള്ളതായ ആള് ഇന്ന് നിങ്ങൾ കാണാൻ സാധ്യം. എങ്ങനത്തെ ടെക്നോളജി മനുഷ്യനിക്കുള്ളതായ ആൾമാരെ കാലവും കൈയും എത്തിക്കുള്ളത് ഡിജിറ്റലായിട്ടുള്ളതായ ലോകത്തിൽ എത്തിക്കാറുള്ളത്. കാരണം അത്ര ഐക്യം പോലുള്ളതായ കൂട്ടായ്മ നിങ്ങൾ കൂട്ടത്തുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ര മായ്വാക്കിയാണ് ഇല്ല ഇപ്പം വെച്ചിട്ടുള്ളത്. എന്തേ കാരണം ഇങ്ങനെയുള്ളതായ ഒരു ബന്ധത്തെ മനുഷ്യനിക്കുള്ളതായ ആളുടെ ശക്തി കൊണ്ടിട്ടു എത്ര വലിയ ശക്തി കൊണ്ട് തിന്നെങ്കിലും സാധ്യമില്ലാത്തതായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ബാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഗ്രന്ഥം എത്തിക്കണം. ഒരു ഡൗട്ടും ഇല്ലാത്തതായി ഒരു ഡൗട്ട് വിചാരിക്കുക സാധ്യമാവാത്തതായി ഒന്നേറ്റിക്കുന്ന ഗ്രന്ഥം. അങ്ങനത്തെ ഗ്രന്ഥത്തെ എത്രമാ ആൾമാരുടെ വിട്ടുകൂടുന്നില്ല. ഇങ്ങനെയുള്ള കൂട്ടായ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല കംപ്ലീറ്റ് ദൂരാക്കിയിട്ട് നാശാക്കിയിട്ടുണ്ട്. മുസ്ലിം ആയിട്ട് ജീവിച്ചതായ ആള് പോലെ അള്ളാഹു ഇല്ലാച്ചുള്ളതായ അവസ്ഥയിൽ എത്ര ആൾമാർ നമ്മുടെ സ്വന്തം വർക്ക് കേട്ടതായ കൂട്ടുള്ള ഈ അള്ളാഹു ഉള്ളാണ്. ഈ അള്ളാഹ് ചൊല്ലതായ ഒരു വസ്തു ഉണ്ടാക്കിട്ടു മുസ്ലിം ആയിട്ടുള്ളതായ ആൾമാര് അഹ്മദും മുഹമ്മദും ഇസ്മായിലും റസാഖും ഇങ്ങനെ അബ്ദുൽ റസാഖും പേര് വെച്ചതായ കൂട്ടാറേക്ക് നമ്മളൊട്ടിക്ക് വന്ന് കേൾക്കരുത്. മുസ്ലിം പേരുള്ളതായ അബ്ദുൽ റസാഖ് അള്ളാഹു പേര് വെച്ചിട്ടുള്ളതായ ആളേക്ക് ഇങ്ങനെയുള്ള വന്ന് കേൾക്കരുത്. അള്ളാഹുടെ ആ 99 പേരിൽ വെച്ചതായ ആ നാമത്തിൽ ഉള്ളതായ നാമകാരമുള്ളതായ മനുഷ്യമായ തിക്കറ് വന്നിട്ട് കേൾക്കരുത്. അള്ളാഹുടേതായ ഒരു വസ്തുത. കാരണം സയൻസ് ടെക്നോളജി പോയിട്ട് തലകൊടുത്തതായ ആളെ ഞങ്ങളെ മക്കളെ സ്കൂളിൽ വഴിപാട്ടതും നാം ചെയ്യിക്കുമ്പോൾ വഴിപാട്ടതും അള്ളാഹ് ഗോഡ് മേഡ് തിങ്സ് നമുക്ക് വഴിപാട്ടില്ല. സയൻസ് ടെക്സ്റ്റ് ബുക്കുകൾ ഉള്ളതും അതേപോലെ നേച്ചറും അതേപോലെ മാൻ മേഡ് തിങ്സ്. മനുഷ്യനായിട്ടുള്ളതായ ആളുണ്ടാക്കിയത് നേച്ചറിൽ ഇങ്ങനെ വന്നതായ വസ്തു. ഇങ്ങനത്തെ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തുവാണ്. ഇത് വലിയ നാശകരമായിട്ടുള്ളതായ അള്ളാഹുടെ ഗ്രന്ഥത്തെ ദൂരാക്കുക മാത്രമല്ല കംപ്ലീറ്റ് ദീനുൽ ഇസ്ലാം വരെ ഭക്താക്കി നാളെ നരക ചൊല്ലതായ ആ ഒരു അഗ്നിയിൽ കത്തിരതായ ആൾമാരെ കാണുകയാണ്. വിശ്വാസിക്കുന്ന ആൾമാരെ നാളെ മഹ്ശറയിലുള്ളതായ ഒരു ജാഗിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഫാഅത്ത് കിട്ടതായ ഒന്നേക്ക് ഖുർആൻ എന്തുമില്ല. നമുക്ക് നാളെ അമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയാൽ പിന്നെ ചിലപ്പോൾ നരകത്തിൽ എത്തിപ്പെട്ടതായ ആളാണെന്ന് ഖുർആൻ സാക്ഷിയിട്ട് കണ്ടതായ ഒന്നേക്ക് തീരും. മഹ്ശറയിലുള്ളതായ ഒരു ജാഗിന്റെ മേലെ നാളെ ഞങ്ങളെ ബായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുദ്ര സീലിട അല്ലേ? هذه الله سبحانه وتعالى مالك بشكره اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم. الله سبحانه وتعالى القرآن لم كندر بدي بدي هذه اليوم نختم على أفواههم نيجي بايك نالا سيل يربط الله نيجي بايك نالا سيل يربط നാളെ വായി പലപ്പോഴും ഇതാവില്ല. ഞങ്ങൾ അതാക്കിച്ചില്ല ഇതാക്കിച്ചില്ല. ഞങ്ങളെ നാളെ ചരണം എന്തും വിൽക്കില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവട്ടെ ഈ കൊടുത്തത് അല്ലേ? അതേ നിങ്ങളെ കൈയിന അതിനെ ഞങ്ങൾ പഴുക്കാരി പാട്ടുക. നിങ്ങളെ കൈയൊക്കെ പഴുക്ക വരുന്നാല് എന്നിട്ട് ആ പഴുക്ക വരുന്നത് സാക്ഷിയിട്ട് നിൽക്കുന്നതായ ഉന്നയിച്ചിക്കരുത്. ചൊന്നത് പൽക്ക പറഞ്ഞതായ കൈ സാക്ഷി വയ്ക്കുന്നത് സ്വന്തം വയ്ക്കുന്നതായ കാലെത്തിക്കുന്നതായ മഹ്ശറത്ത്. അങ്ങനത്തെ ഭയാനകമായിട്ടുള്ളതായ നാൾ കണ്ട് എത്ര കഠിനപ്പെട്ടോളം വയ്ക്കുന്നതായ ശിക്ഷ കിട്ടതായ കൂട്ടായ്മ കൊടുത്തു നാളെ നരകത്ത് നരകാഗ്നി എത്തുമ്പോൾ അത് എത്ര മുന്നോളം
அங்க ஷஃபாத்து வைத்து அல்லாஹ்வுடைய நாள சாட்சி நிக்கிறதாய் உன்னை திக்ரு குர்ஆன் சொல்றதாய் இருக்கு. நமக்கு சாட்சி வைத்து அல்லாஹ்வுடைய துனியாவை சொல்றதாய் லோகத்தில் நீங்க நபி ஸல்லல்லாஹு அலைஹி வஸல்லம் ருக்கு ஏகுவா பிரதிஃபலம் நீ சொல்லப்பட்டமா ஓரோ ஹர்ஃபில் 10 பிரதிஃபலத்தை ಆ ಹದೀಸ್ರ ಮನಸ್ಸಲಾಗಿತ್ತು. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಡಿಪಾಟಿಂತ ಜದಾಯೆ ಲಾ ನഖೂಲು ಅಲಿಫ್ ಲಾಮ್ ಮೀಮ್ ಹರ್ಫನ್ ಅಲಿಫ್ ಲಾಮ್ ಮೀಮ್ ಜೊಲ್ರದಾಯೆ ಅದು ஒரு ஹர்ஃப் அல்ல மரிச்சிட்டு அலிஃபுன் ஹர்ஃபுன் வலாமுன் ஹர்ஃபுன் வமீமுன் ஹர்ஃபுன் சொல்றதாய் இது மூணு ஹர்ஃப் வைத்து சொல்லுறதாய் ஹதீஸ்ர மனஸ்ಸಲಾಗಿತ್ತು. ഓരോ ഹർഫുകളെ മനസ്സിൽ വെച്ചിട്ട് പ്രതിഫലത്തെ മനസ്സിൽ വെച്ചിട്ട് നാളെ നമുക്ക് ഖിയാമത്ത് നാൾ കണ്ട് ഞാൻ സംരക്ഷണമാകാൻ ഖുർആൻ വീണ്ടും ചൊല്ലുന്നതായ ഉദ്ദേശം വെച്ചിട്ട് രണ്ട് ഉപയോഗമാക്കിയതായ ഒരു ആളിത്തിക്ര ഒരു അടിമൈത്തിക്ര അല്ലാഹ് ചൊല്ലു സാക്ഷി നിൽക്കുന്നതായ ആളിത്ത് തീർ ഖുർആൻ ഓരോ പേജ് നോക്കിയതായി ഓരോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മനുഷ്യരിക്കുന്നതായ ആള് നിയത്തോട് കൂടിയിട്ട് ഖുർആൻ ഓപ്പൺ ആക്കിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിട്ട് ഓടിയതായ പ്രതിഫലം നിങ്ങൾ കണക്കാക്കുക. ബിസ്മി ചൊല്ലതായ 3 അക്ഷരത്തിന് ഓരോ അക്ഷരത്തിന് 10 പ്രതിഫലം തായെങ്കിൽ ആ 3 അക്ഷരത്തിന് 30 പ്രതിഫലിക്കും. ഹസനത്തു ബിഅശ്രി അംസാലിഹ ഒരു ഹസനത്തിന് 10 പ്രതിഫലിക്കും. അങ്ങനെയുള്ളതായ പ്രതിഫലം 10 ഓരോ ഹർഫിന് കിട്ടുന്നത് കണക്കാക്കാൻ വിശ്വാസിക്കില്ല. എന്നാൽ സ്വർഗത്തിൽ എത്താൻ ഈ ഖുർആൻ ചൊല്ലുന്നതായ ഗ്രന്ഥം ഒരു നാൾ ഒരു പേജ് പാതി പേജ് നിങ്ങൾ ഓടിയെത്തായെങ്കിൽ നല്ല സ്വർഗത്തിൽ നിങ്ങൾ എത്താലേ ഗ്യാരണ്ടി എത്രതായ കൂട്ടരെത്തി അള്ളാഹു ഇബാദത്താക്കുക. ദുനിയാവ് 24 ഗണ്ടിക്കുന്നത് അള്ളാഹു ഇബാദത്താക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വിളിച്ചോളൂ. എത്ര നേരത്തിൽ 10 മിനിറ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല 5 വക്ത് നിസ്കാരത്തിൽ നിങ്ങൾ വിളിക്കുക. ബാക്കി 24 മിനിറ്റ് ദുനിയാവുമായിട്ടുള്ളതായി നിങ്ങളെ മാസിയത്ത് വെച്ച് ജീവനത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും ജാവല് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്തു നിങ്ങളുടേതായ മാസിയത്ത് ചെയ്തും അല്ലാഹു ആക്കി തന്നതാണ്. അതിൽ നമ്മൾ ചെറിയ ചമ്മ ഗ്യാപ്പ് വെച്ചതായ ഇബാദത്ത് ചെയ്തിട്ട് നിസ്കാരം ആ നിസ്കരിച്ചതായ ആൾ മാറാം. എന്നിട്ട് അതേ നിസ്കാരത്തിൽ പിന്നെ സലാം വീട്ടിൽ പിന്നെ അള്ളാഹു ദിക്ർ അള്ളാഹു നിരപ്പാക്കിയത് പിന്നെ തസ്ബീഹ് ചൊല്ലിയാൽ പിന്നെ ഒരു 5 നിമിഷം അല്ലെങ്കിൽ ഒരു അര പേജ് ഓടുന്നതായി ആൾമാർ നീക്കുന്നു. 5 വക്തിൽ ഓരോ വക്തിൽ അര പേജ് അല്ലെങ്കിൽ 5 ആയത്ത് ഓടുന്നതായി ആൾമാർ നീക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലെ ആൾമാർ കൂട്ടത്തിൽ നിങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തിയിരിക്കട്ടെ. അല്ലാഹു ഖുർആനിൽ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد يا أيها الناس أوصيكم وأوصي ثانيا بتقوى الله. വിശ്വാസിമാരെ ഏറ്റവും പറഞ്ഞത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ മഹത്വത്തെ വിഷയം ಅದರ ಉಪಯೋಗನಾಕರದಾಯ ಆಲ್ಮಾರಾಮನು ಚುಂತುಲದಾಯ ವಿಷಯತಿಕ ഇനി ഈ ഗ്രന്ഥത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആൾമാരൊട്ടിಗೆ എത്തുപാട്ടവും ചില ആൾമാരൊട്ടിಗೆ പടിപാട്ടുകളില്ലായ ഡ്യൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അതിൽ നിങ്ങളെ റായത്തിലുള്ളതായി നിങ്ങൾ ചെറിയ ബലപോലും കൊടുക്കാത്തതായി ഒരു കൂട്ടായി എത്തിക്കുന്നത് അതേ നിങ്ങളെ റായത്തിലുള്ളതായ ഉസ്താദ് പല്ലിരെ പണിയാക്കരുതായി ഞങ്ങളെ കണ്ണു കാണ്ടതായി ചീപ്പൈത്ത് കാണ്ടതായ ഒരു ആൾമാറിത്തിക്കാറ് അല്ലേ. ചില രായത്തിൽ ഞാൻ കണ്ടതുപോലെ ഇമാമിങ്ങളെ ബാള പോള ചുറ്റലും വിൽക്കുന്നതായി കൂട്ടായി ഉള്ളതായി എല്ലാ പണിയെടുപ്പാട്ടതായി കുറേ കൂട്ടാറ്. ഇങ്ങനത്തെ അവസ്ഥയിൽ എത്തിക്കറ്
ഞങ്ങളെ ഇണ്ടത്തെ ഉസ്താക്കന്മാർ, ഖതീബുമാർ, മദ്രസത്തിൽ വഴിപാട്ടതായ മുദരിസ്മാരാവട്ടെ ഇങ്ങനെ അവസ്ഥ അറിയിച്ചിക്കാറ് ഇവിടെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത കൊടുത്തിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബായി കൊണ്ടിട്ട് വരുന്നതായി കൂട്ടറിയിച്ചിക്കാറ്. എന്തിരിച്ചിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയത് ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ വെച്ചിട്ട് ഖൈറുള്ളതായ കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹി മുഖാന്തര ചൊന്നതായ ഒരു പൽക്കിച്ചിക്കുന്നത്. ഖൈറുള്ളതായ കൂട്ടർ ചൊന്നതായ ആൾമാരിച്ചിട്ട് ദറബാ സ്വിച്ചിള്ള മോട്ടർ സ്വിച്ചിള്ള ടോയ്ലറ്റുകൾക്കുള്ള സ്വന്തം വിലയില്ലാത്ത വെച്ചിട്ടുള്ളതായ കൂട്ടായ്മ. നിങ്ങളുടെ വെച്ചിട്ട് ഹൈറേറ്റുള്ളതായ ആൾമാർ ഖുർആനെ പഠിച്ചിട്ട് അതിനെ പടിപാറ്റതായ കൂട്ടരെത്തിക്കാർ ചൊല്ലുന്നു. ഇന്ത്യയോട് ഹൈറേറ്റുള്ള ആൾമാർ പേടിച്ചുകൊണ്ടുള്ള പള്ളി ദർസിലാവട്ടെ അല്ലെങ്കിൽ പള്ളിയിൽ സ്വറാത്തതാവട്ടെ പേടിച്ചുകൊണ്ടുള്ള എന്തേ കാരണം ബലില്ലായ്മയുണ്ട്. അമ്പം ഫാമിലിയുള്ളതായ നീക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നും നോക്കാത്ത ചെറിയ സംഭവമയോ അതിൽ വലിയ ഖർച്ചൊന്നുമില്ലല്ലേ അങ്ങനെന്തുമില്ലല്ലേ ചൊല്ലതായ ഇങ്ങനെ ഉദ്ദേശം വെച്ചിട്ട് നടക്കുന്നതായ എത്രയേ പള്ളികൾ നാം കണ്ടത്. അൽഹംദുലില്ലാഹ് ഉമ്മത്തെ കമ്മിറ്റികൾ നിൽക്കാൻ നല്ല രൂപത്തിൽ നോക്കുന്നതായ കൂട്ടായി വെച്ചിട്ടു മാത്രമാ ചമ്മത്തെ യാഥാർത്ഥ്യതായ പള്ളി മുതൽ കണ്ടത് ഇങ്ങനെ ബലില്ലാത്ത നടുവാട്ടതായ കൂട്ടായി വെക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളതായ ആൾമാരെ ചേഞ്ച് ആക്കി മാറ്റി ഹിദായത്ത് കൊടുക്കട്ടെ. നല്ല രൂപത്തിൽ നോക്കുകയുള്ളതായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിശ്വാസത്തിൽ ആൾമാർ ഇങ്ങനെ ഹൈറേറ്റുള്ളതായ ആൾമാരെ എത്തിക്കുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ബാധ്യത ഇത് അപ്പാരോട് ഈ മക്കൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഖുർആൻ പഠിക്കാത്തതായ അബ്ബാത്തായെങ്കിൽ നിങ്ങൾ ഈ കൂട്ടായ്മത്തിൽ പെട്ടതായ ആൾമാർ എത്തിക്കണം. ഞങ്ങളുടെ മക്കളുണ്ട് ഖുർആനും ഹദീസും ദീനി ഭാഗത്തുള്ളതായ ആ ഒരു ഇത് കിട്ടാത്ത സമയത്ത് ആ സുവാദ് കിട്ടാത്ത സമയത്ത് ഞങ്ങളുടെ മക്കളുണ്ട് ധാരാളം രൂപത്തിലുള്ളതായ വെടക്കത്തരത്തിൽ കാണുന്നത്. എത്ര പേരൻസ്മാരെത്തിക്കുന്ന ദർസും സ്കൂളുകളും മറ്റ് സ്വന്തത്തോടു കൂടി കംപ്ലൈന്റ് ആക്കുന്നത്. ഇന്നാലെ ഉറപ്പ സ്കൂളിൽ വന്നതായ സന്ദർഭത്തിൽ ചൊല്ലത് ഇപ്പൊ 2 നാൾ 300 ഏതോ അമലുള്ളതായ ആളുടെ പോലുള്ള പൽക്കം നല്ല ചട്ടുവട്ടികളിലും ഇന്നതായ ആൾ 2 നാൾ 300 എന്തുമാ ഒരു ശക്കായതുപോലെ. കാരണം ഞങ്ങളുടെ മക്കളുണ്ട് എത്രത്തോളം ഈ മധ്യജീവിതതായ ഒരു വസ്തുത്വം എല്ലാവർക്കും അതിന് ആ മക്ക അങ്ങനെ പിടിക്കാൻ ഇത് യുവതാക്കളായ യന്ത്രാവോ ഇതുള്ളതായ പിന്നത്തുള്ളതായ യന്ത്രിച്ചിട്ട് അവസ്ഥ ചുമത്തുള്ളതായ ഒന്നുമില്ല. കാരണം അങ്ങനെ ചങ്ങായിമാർ അങ്ങനെ പ്രോത്സാഹനം കൊടുത്തു മങ്കാക്കിത്താവട്ടെ അല്ലെങ്കിൽ ഇത് നല്ല സാമാന്യത്തിൽ കൊടുത്തു ആദത്തിലുള്ളതായ കൂട്ടായ്മ പണത്തെ മക്ക ഞങ്ങളെ മക്ക നല്ല സ്വഭാവത്തെ കൂട്ടറാവുന്നതായെങ്കിൽ അതോട് കൂടിയിട്ട് ഖുർആൻ പരിപാടി നിങ്ങളെ മക്ക 5ാം ക്ലാസ്സിൽ എത്തിയതായ സന്ദർഭത്തിലാവോ 6ാം ക്ലാസ്സിൽ എത്തിയതായ സന്ദർഭത്തിൽ ഹിഫ്ളാക്കി പാട്ടോ 4 മക്കളാവുണ്ടായ 4 മക്കൾ ആക്കുന്നോ പടിപാട്ടോ ദീനി ചട്ടുവട്ടികൾ പിന്നെ എന്തും നിങ്ങളെ മക്ക പഠിച്ചിട്ട് ഡിഗ്രി ജീവിക്കാൻ ദുനിയാവിൽ മക്കൾക്ക് ഖുർആനിലെ അതോട് കൂടിയിട്ട് പടിപാട്ടതായ പേരൻസിനാണ്. അതേപോലെ ഞങ്ങളെ സ്വന്തം ഞാൻ എന്റെ മോൾ വാടാക്കുന്നു നാനെങ്ങനെ ഇരിക്കുന്നു അതെ നാണ് ഓതുന്നതായ ഒരാളെത്തിയോ അതല്ലാത്ത നാനെന്നും ഓടില്ല നക്കെന്നും തെല്ല ചൊല്ലു മൂലയിൽ മൊബൈൽ നോക്കിയെത്തായെങ്കിൽ നാളെ മക്കൾ നാളെ കണ്ടിട്ട് അതുപോലെ മൊബൈൽ നോക്കിയിട്ട് മൂലലാവുന്നതായ അവസ്ഥയിലെത്താം. ഒരു ക്വാലിറ്റി നിലവെട്ടിക്കുന്നെങ്കിൽ മാത്രമേ പിന്നോട്ടെത്തിക്കാൻ ഞങ്ങൾ ആ ചൊല്ലുന്നതായ ക്വാലിറ്റി ആക്കപ്പെട്ടതാവുന്നത്. അതുകൊണ്ട് ചമ്മത്തെ പേരൻസിനാണ് ഖുർആനുള്ളതായ പ്രത്യേകത കൊടുത്തു പ്രോത്സാഹനം കൊടുത്തു ഖുർആൻ പരിപാടിയതായ ആൾമാർ മക്കളെ ചൊല്ലുന്നത്. പിന്നെ വേണ്ടതായ ദുനിയാവർഗത്തിലായ സ്കൂളിലും ഈ പഠന കോളേജ് പഠനമുള്ള അത് നിങ്ങൾ എന്തും പേടിക്കണ്ട. കാരണം
അള്ളാഹു ഗ്രന്ഥ പഠിച്ചതായ ഹാഫിറിക്കുള്ളതായ ആളുകൾ പിന്നെ പെട്ടതായ ഏത് സബ്ജക്റ്റും ഒരു ചെറിയ കണ്ട പീസ് പേപ്പർ പോലെ അത് അപ്പം പഠിച്ചിട്ട് റാങ്ക് എടുക്കുന്നതായ ആൾമാരെ തീരാം. നീ നോക്കാലോ ഇത്രയും ചൊല്ലുള്ള കാരണം ഉണ്ട്. എവിടത്തോളം ചെന്നതായ എക്സാം ചൊല്ലതായ ഒരു കുടുംബത്തിലുള്ളതായ പ്രൈസ് വെച്ചിട്ട് പോലും കാട്ടുമ്പോഴത്തേക്കും പല്ലിങ്ങനെ അവസ്ഥ, അതായത് പള്ളിയുടെ പുറത്തിൽ ബുക്കൊരു അവസ്ഥ കാണ്ടത് 4-5 ബുക്കും 8 ബുക്ക് ബാക്കിയിട്ടുള്ളത് പഠിക്കുള്ളതായ പ്രോത്സാഹനം മാത്രമല്ല പ്രൈസ് വെച്ചിട്ട് പോലും പ്രോത്സാഹനം കാട്ടിയാണ്. എന്നിട്ട് പോലും ബുക്കുന്ന പള്ളിയുടെ ബാക്കിയായിരുന്നു. അതേ ഖുർആൻ ചൊല്ലതായ യോജന ഇത്രത്തോളം ഇത്ര ഹന്തയിട്ടല്ലേ. ഈ ഇത്ര ഹന്തത്തിൽ എത്ര ഹന്തത്തെ ഞാൻ എത്ര ഹന്തത്തെ ഞാൻ പഠിച്ച എന്റെ പെഞ്ഞായികാവത്ത് എന്റെ മക്കൾക്കാവത്ത് ഞാൻ എടുത്തിട്ട് കൊടുത്തിട്ടുള്ളതായി ചോദ്യം നമ്മൾ ഞങ്ങൾ പഠിച്ച ഈസി ആക്കിയിട്ട് ഇംഗ്ലീഷിലല്ല കന്നഡത്തിൽ പോലും ആക്കി തന്ന എന്നിട്ട് പോലും പഠിച്ച ഇല്ലേ ചൊത്ത് ഞങ്ങളെല്ലാം സ്വന്തത്തോട് കുടിക്കേക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഖുർആനെ മനസ്സിലാക്കിയിട്ട് അതുപോലെതായ പ്രോത്സാഹനം കൊടുത്തിട്ട് ഖുർആന്റെ ഉപയോഗനാക്കിയിട്ട് ഓദിച്ച് ജീവിക്കുന്നതായി കൂട്ടായ്മത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കട്ടെ. പ്രത്യേക നെനപ്പാക്കുള്ളത് ലോക ഖുർആൻ ചൊല്ലതായ ആയോജനത്തിൽ ആ എക്സാം ഹാറും ബുക്ക് എടുത്തിട്ട് റെഡി ആയിത്തിന്നാ നിങ്ങളെ പേര് കൊടുത്തിട്ടു നിങ്ങളുടേതായ ഹാൾ ടിക്കറ്റ് പുറത്തിൽ നിങ്ങൾക്ക് തളവുണ്ടാകും ഇൻഷാല്ലാ. അതിലെ ഹാൾ ടിക്കറ്റ് മസ്റ്റ് ആയിട്ടുള്ളവർ എടുത്തിട്ട് നാളെ കലി ഞായറാഴ്ച അവരുടേതായ എക്സാം ഈ പള്ളിയിൽ വെച്ചിട്ട് സെന്റർ ഉണ്ട്. ഈ പള്ളി വന്ന് നിങ്ങളെ ഹാൾ ടിക്കറ്റ് കാട്ടിട്ട് എക്സാം എടുത്തിട്ട് നിങ്ങളുടേതായ ആ പ്രൈസിൽ നിയത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇതാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടേതായ പ്രൈസിൽ അല്ലാഹു നിങ്ങൾക്ക് എത്തിപ്പാടി തരും. കാരണം നിയത്തോട് കൂടി പഠിക്കുമോ ആ പ്രൈസിലുള്ളതായി ഉംറ ചൊല്ലതായി ആ ടൂർ ജീവിതത്തിൽ ഉറക്കമാക്കുന്നു സാധ്യാവച്ചതായ ഞാൻ നക്കി എത്തോളോ ചൊല്ലതായി നണ്ടൊട്ടിಗೆ അങ്ങനത്തുള്ള അത്തരത്തുള്ളതായ സമ്പർക്കം നണ്ടൊട്ടിക്കില്ല ചൊത്തു ഇങ്ങനെ നീയത്ത് വെച്ചിട്ടുള്ളതായ കൂട്ടായി നിൽക്കുക. അള്ളാഹു അങ്ങനെ നീ ആ നീയത്തിനെ സ്വീകരിച്ചിട്ട് അത് നീ അങ്ങനത്തെ വ്യവസ്ഥ നീ ആക്കി കൊടുക്കണം. അള്ളാഹു നിന്റെ ഗ്രന്ഥത്തെ വെച്ചിട്ട് പഠിക്കുള്ളതായ തൗഫീഖ് നിങ്ങൾക്ക് എല്ലാവരും തരണമേ അല്ലാഹ്. അള്ളാഹു നിന്റെ ഗ്രന്ഥത്തെ മനസ്സിലാക്കിയിട്ട് അതുപോലെ ഹലാലിത്തുള്ളതായ ജീവനം മുന്നോട്ട് പോകുന്നതായ തൗഫീഖ് നിങ്ങൾക്ക് എല്ലാവരും തന്നിരിക്കണമേ അല്ലാഹ്. അള്ളാഹു ധാരാളം ആൾക്കാർ മരിച്ചിട്ട് ഖബറിലേക്ക് കയറുള്ളത് ധാരാളം ആൾക്കാർ മുൻകാങ്ങിയിട്ടുള്ളതായ നിങ്ങളെ അബ്ബ ഉമ്മ മൂത്തമ്മ മൂത്താബ ഇങ്ങനെയുള്ളതായ ധാരാളം ആൾക്കാർ മരിച്ചിട്ട് ഖബറിലേക്ക് കയറുള്ളത്. അള്ളാഹു ഞങ്ങളെ നീ ഖബർ നീ വിശാലമാക്കിയത് അള്ളാഹു ഖബർ നീ വെളിച്ചത്തിട്ട് കൊടുക്കണം. അള്ളാഹു നന്നാക്കി പോയതായി ചെറിയതും വലിയതും രഹസ്യമേക്കും പരസ്യമേക്കുമാക്കിയതായി എല്ലാ തപ്പുറം നീ മാഫാക്കി തരണമേ അല്ലാഹ്. അള്ളാഹു നിങ്ങൾ ഈ ജുമാഅത്തെ നീ സ്വീകരിക്കണമേ അല്ലാഹ്. അള്ളാഹു എനിക്ക് തക്ക പ്രതിഫലം നീ തന്നുഗ്രഹിക്കണമേ അല്ലാഹ്. കേട്ടത് അതുപോലെ ജീവിതത്തിൽ മുമ്പുള്ളതായ തൗഫീഖ് നിങ്ങൾക്ക് എല്ലാവരും തന്നുഗ്രഹിക്കണമേ അല്ലാഹ്. അള്ളാഹു എൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരിക്കുന്നതായ സുന്നത്തിൽ അതിൽ അണപ്പല്ലോട് കൂടി കടിച്ചു പിടിച്ചിട്ട് ജീവിക്കുന്നതായ തൗഫീഖ് നിങ്ങൾക്ക് എല്ലാവരും തന്നുഗ്രഹിക്കണമേ അല്ലാഹ്. പ്രത്യേക നെനപ്പാക്കുള്ളത് പല്ലിഞ്ഞൽ പിന്നെ പല്ലിക്കുള്ളതായ ചെറിയ കാണിക്ക് നിങ്ങളെ കയ്യിലുള്ളതായ ചെറിയ താവും സഹായത്തെ നിങ്ങളെല്ലാവരും കൊടുക്കണമെന്ന് നിങ്ങൾ എല്ലാവർക്കും കേട്ടിട്ടില്ല. അള്ളാഹുവിന്റെ ഭവനത്തിക്കണം ഓരോ ഉടമത്ത് ആഗ്രതായ ഓരോ നല്ല അമലക്ക് പ്രതിഫലത്തെ നിങ്ങൾ കൊടുത്തതായ കാസ് കൂടെ വന്നതായ മാറ്റാവട്ടെ മൈക്കാവട്ടെ കറണ്ട് ബില്ലാവട്ടെ ഏത് നിങ്ങൾ കൊടുത്തതായ കാസിൽ ഇത് ഉപയോഗനായിട്ടുള്ളതായെങ്കിൽ കൂടെ വന്ന് എത്ര ആളും ഉപയോഗനാക്കിയിട്ടുള്ള ഈ കറണ്ട് ആവട്ടെ തണ്ണീരാവട്ടെ മാറ്ററാവട്ടെ ഇബാദത്താക്കുക എന്തെല്ലാം യൂസ് ആക്കിയാവും അതിലെല്ലാം പ്രതിഫലം നിങ്ങൾക്ക് കൂടെ മാത്രമല്ല നാളെ ഖബറിലും നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതായ ഒന്നായിത്തിക്കറ് ജാരിയായ സദഖയിത്തിക്കറ്. അതുകൊണ്ട് നിങ്ങളെല്ലാം കേട്ടോട്ടുള്ളത് അള്ളാഹുവിന്റെ ഭവനത്തിന് സഹായമാക്കാൻ ചുറ്റും. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين والحمد لله رب العالمين. أقيموا صفوفكم.